ദിൽഷദ്, മഹേഷിൻ്റെ പ്രതികാരം ചെയ്യുമ്പോഴും ജോയി ചെയ്യുമ്പോഴൊക്കെ തന്നെ അതിലെ ആർട്ട് എന്ന് പറയുന്നത് ഭീകരമായിരുന്നു. അതിൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിരുന്നു. ജോജിക്ക് വേണ്ടിയിട്ട് ഒരു മല ഒരു കൊളാക്കിയൊരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു. കുമ്പളെങ്കിലായാലും അതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ ഒക്കെ പരിപാടികളൊക്കെ ഭയങ്കര രസമായിരുന്നു. പ്രേമലുവിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ദിലീഷ് ചേട്ടൻ്റെ രീതിയിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരു കാര്യത്തിലും എനിക്കറിയത്തില്ല. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഗിരീഷിനോട് അന്നേരം പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല, അതൊന്നുമില്ല. ഒരു സിനിമയ്ക്ക് ആർട്ട് എന്നുള്ളതല്ല, ഒരു സിനിമ ഒരു പ്രൊജക്റ്റ് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ഡയറക്ടർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറ്. നമ്മളൊരു സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആയി അതിൻ്റെ ഒരു പ്രൊജക്റ്റ് പേപ്പറിലെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള പേപ്പറിലെ അവസ്ഥയെ നമ്മൾ ഉറപ്പായിട്ടും വിലയിരുത്തും. അതിനുശേഷം ആ ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഡയറക്ടർക്ക് ഏറ്റവും കോൺഫിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് അത് ആ നിലയ്ക്ക് ഇപ്പം പ്രേമലു ഗിരീഷിൻ്റെ മുൻ പടങ്ങൾ ആയിട്ട് അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്കെയിലിൽ ഉറപ്പായിട്ടും വലിയ സിനിമയാണ്. കുറച്ച് ബഡ്ജറ്റായിട്ടുള്ള സിനിമയാണ്. ഹൈദരാബാദിലും അങ്ങനെ സിറ്റിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കുറച്ച് ബിഗ്നസ് പടത്തിനുണ്ട്, ഒരു പ്രൊഡക്ഷൻ വാല്യൂ പടത്തിനുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ ഒരു സപ്പോർട്ട് ഗിരീഷിന് കൊടുക്കാൻ പറ്റിയെന്നുള്ളതല്ലാതെ അതിൻ്റെ പൂർണ്ണമായ പ്ലാനിങ്ങും എക്സിക്യൂഷനും ആലോചനകളും ഡിസൈനും എല്ലാം ഗിരീഷിൻ്റെ ശൈലിയിലാണ്. പൂർണ്ണമായിട്ടും അത് ഗിരീഷിൻ്റെ പടമാണ്. ഇപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട്. സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ച്, കാണാൻ പോകുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് കുറച്ച് കാമ്പുള്ള സിനിമ, ഒരു ആർട്ട് വർക്കായിട്ടുള്ളൊരു സിനിമകളായാലും അതിനെ മാസ് പ്രതീക്ഷിച്ച് പോയി കണ്ടിട്ട് ഒന്നും മാസില്ല എന്നുള്ള രീതിയിൽ വരുന്നു. പിന്നെ കുറച്ച് കാമ്പുള്ള സിനിമകളെ പ്രകൃതി സിനിമകൾ എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്നു. ഇത്തരത്തിലുള്ള ലേയേഴ്സുള്ള സിനിമകൾ വരുമ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല എന്നുള്ളൊരു വിഷമം വരുന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും തോന്നാറില്ല. ഇതൊക്കെ ആളുകൾ വെറുതെ പല രീതിയിലുള്ള ഓരോരുത്തരുടെ വിലയിരുത്തലുകൾ ഉണ്ടാവും. അത് ചെറിയൊരു ശതമാനം ആളുകൾ അങ്ങനെയുള്ളവരുണ്ടാവാം, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം, അങ്ങനെ പറയുന്നുണ്ടാവാം. ഇതൊന്നും പൊതുവെ ഇതൊന്നും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പടം നല്ലതാണെങ്കിൽ തിയേറ്ററിൽ ഓടും, ആൾ വരും. പടം മോശമാണെങ്കിലും എന്നൊക്കെ പറയാം. ഇപ്പോൾ ആൾക്കാരുടെ എന്താ പറയുക, ഒരു കോമൺ പോപ്പുലർ ഓഡിയൻസ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകളുടെ ഒരു ടേസ്റ്റ് എപ്പോഴും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് സിനിമ കാണുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് ഉള്ള സിനിമകൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ ആളുകൾ കൂട്ടത്തോടെ വന്ന് കണ്ടിട്ട് പോകും, അതിനകത്ത് തർക്കമില്ല. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കുറയും തോറും ആ കൈൻഡ് ഓഫ് ഫിലിംസിൻ്റെ ഓഡിയൻസ് കുറവായിരിക്കും, ആ ജോണറിന് ഓഡിയൻസ് കുറവായിരിക്കും. അത് റിയാലിറ്റിയാണ്. അന്യഭാഷാ സിനിമകൾ വരുമ്പോൾ മലയാള സിനിമകൾ കാണാൻ തോന്നാറില്ല എന്നുള്ളൊരു വിലയിരുത്തൽ വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലെന്നേ. നമുക്ക് എന്തായാലും നമ്മുടെ കൾച്ചറിലുള്ള സിനിമകളോട് ഉറപ്പായിട്ടും നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും എന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. അതായത് എല്ലാ മലയാളികൾക്കും അവരുടെ കൾച്ചറിൽ നിന്നുണ്ടാവുന്ന, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ലാംഗ്വേജിലുള്ള സോളിഡ് സിനിമകളോടായിരിക്കും ഉറപ്പായിട്ടും ഒരു കുറച്ച് പ്രത്യേക ഇഷ്ടം നമുക്ക് കൂടുതലുണ്ടാവുക. മറ്റ് അന്യഭാഷകളിൽ നിന്നും നേരത്തേക്കാളും കൂടുതലായിട്ട് നമുക്ക് എല്ലാ സിനിമകളും കാണാൻ പറ്റുന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അവിടുത്തെ നല്ല സിനിമകൾ നമ്മൾ ഉറപ്പായിട്ടും കാണും. അതിനകത്ത് തർക്കമില്ല. അത് ലാംഗ്വേജ് ഇപ്പം പഴയ പോലെ അത്ര ബാരിയർ ആവാറില്ല. നമുക്കെല്ലാവർക്കും സിനിമ തിയേറ്ററിൽ പോകുന്ന ഓഡിയൻസിന് പലപ്പോഴും സബ് ടൈറ്റിൽ ശീലമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ തമിഴൊക്കെ ഉള്ള ലാംഗ്വേജുകൾ എല്ലാവർക്കും ഇപ്പം അങ്ങനെ ആസ്വദിച്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ കൾച്ചറുകളെയൊക്കെ കുറച്ചും കൂടി അറിയാം മുമ്പത്തേക്കാളും. അതിപ്പം തെലുങ്ക് സിനിമകളോടായാലും ഹിന്ദി ആയാലും നമുക്ക്, അല്ലെങ്കിൽ പുറത്തുള്ള കൾച്ചറുകളൊക്കെ കുറച്ചും കൂടെ ഇപ്പം നമുക്ക് ബാക്കി സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ പരിചയമുള്ളതുകൊണ്ട് ഉറപ്പായിട്ട് അത്ര സിനിമകൾ ആളുകൾ കാണും. അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് ആളുകൾക്ക് അത്ര സിനിമകളോട് പ്രത്യേക അഭിനിവേശം ഉണ്ടായിട്ടൊന്നും തോന്നുന്നില്ല. നല്ല സിനിമകളായതുകൊണ്ട് ആൾക്കാർ വരും, കാണും. കഴിഞ്ഞ വർഷമായാലും ഈ വർഷമായാലും മലയാളത്തിൽ ഒരു ആഴ്ചകളിൽ ഇറങ്ങുന്ന സിനിമകൾ ഒരു 10 സിനിമകളോളം ഇറങ്ങുന്നുണ്ട്. അത്തരം എല്ലാ സിനിമകളും തന്നെ പരാജയപ്പെട്ടു പോകുന്നൊരു പ്രവണത കണ്ടിരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും മലയാളത്തിൽ ഇത്ര സിനിമകൾ വന്നിട്ട് ആളുകൾ തിയേറ്ററിൽ വരുന്നില്ല? അല്ലെങ്കിൽ എണ്ണത്തിലൊരു കാര്യമില്ലല്ലോ. 1000 സിനിമ വന്നെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രി വലുതാവില്ലല്ലോ. എത്ര മികച്ച സിനിമകൾ വന്നു എന്നുള്ളതിൽ മാത്രമേ ഒരു ഇൻഡസ്ട്രിക്ക് അത് ഗുണം ചെയ്യുകയോ, അല്ലെങ്കിൽ എല്ലാവരും മികച്ച സിനിമകൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ എങ്കിലും അതാണ് ഇപ്പം ഒരാഴ്ച 10 മോശം പടം വന്നാൽ തിയേറ്ററിൽ ചിലപ്പോൾ ആരും വരില്ല. ഒരൊറ്റപ്പടേ വന്നുള്ള ഈ ആഴ്ച അത് നല്ല സോഡാണെങ്കിൽ എല്ലാവരും വരും കാണാൻ. അപ്പോൾ എണ്ണത്തിലതൊരു ഫാക്ടറല്ലോ. എന്നാൽ പോലും ഒരു സിനിമ ചെയ്യുമ്പോൾ, ഇപ്പോൾ ദിലീഷ് ചേട്ടൻ്റെ ഒരു സിനിമ എടുത്താൽ പോലും ദിലീഷ് ചേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, സിനിമ എടുത്താൽ അത്ര
കെ ജി ജോർജിൻ്റെ ഒക്കെ പറയുന്നുണ്ട്, ആർട്ട് എന്ന് പറയുന്നൊരു കല ഇനിയും സഞ്ചരിക്കും, ഇപ്പോൾ പരാജയപ്പെട്ടാലും സഞ്ചരിക്കുമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ സിനിമ അത്തരം ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു ഇത് വ്യവസായം ഇതല്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിന് സാധ്യമാകുന്ന ബഡ്ജറ്റിലായിരിക്കണം നമ്മൾ സിനിമ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ സിനിമകൾ പറയുമ്പോൾ നമ്മൾ അതിന് സാധ്യമായിട്ടുള്ള ബഡ്ജറ്റിലേക്ക് സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ ഇപ്പം ഞാനീ പറയുന്നത് കൊമേഴ്ഷ്യലായിട്ടുള്ള വിജയത്തെക്കുറിച്ച് മാത്രമാണ്. ഇപ്പം നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയിലൂടെ നമുക്ക് നല്ല ആശയം പറഞ്ഞുകൂടെ? അതിന് കുഴപ്പമുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് എന്ന് കരുതി ഒരു നല്ല കണ്ടന്റ് ഇല്ലാണ്ടാവുന്നില്ലല്ലോ. അങ്ങനെയില്ല. അത് ഇപ്പം സൂപ്പർ ശർമ്മയിൽ സോന ചെയ്ത കഥാപാത്രം അത് ആക്ച്വലി പ്രേക്ഷകരെ ഏറ്റെടുത്തത് കുറേ റിലേറ്റ് ചെയ്യാനുണ്ട് എൻ്റെ ക്യാരക്ടറായിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ പ്രേമിൽ ഇറങ്ങി കഴിയുമ്പം അതും ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് സോനയിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റാണ് ഞാൻ ചെയ്യുന്ന റീനു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ അത് അങ്ങനെ ഇനിയിപ്പം വരുന്ന എനിക്കങ്ങനെ ഇന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഞാനും ആസ് ആൻ ആക്ടർ ഓരോ പടം കഴിയുമ്പം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന ക്യാരക്ടർ വരുമ്പം അത് എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഗിരീഷിൻ്റെ സിനിമകളൊക്കെ കണ്ടപ്പോൾ ഞാൻ പേഴ്സണലി എനിക്ക് ഒരു താല്പര്യം തോന്നിയത് ഗിരീഷ് ഒരു കുറച്ചും കൂടെ ഒരു സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു കഥ ഗിരീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൗതുകം എനിക്കുണ്ടായിരുന്നു. ഗിരീഷിൻ്റെ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ബേസിൽ നസ്രിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാവും എന്നൊക്കെ കരുതി അങ്ങനെ ഒരു വെറുതെ ഒരു പരിപാടിക്ക് ഒരു തുടക്കത്തിൽ എന്ന രീതിയിൽ ഞാനങ്ങനെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ആ കൈൻഡ് ഒരു അപ്പം ഗിരീഷ് പറഞ്ഞിങ്ങനെ അതല്ല, നമുക്ക് എൻ്റെ വേറൊരു പരിപാടി ഇങ്ങനെ ഇരിപ്പുണ്ട്, പക്ഷേ അത് അവർക്ക് പറ്റുന്നതാണോ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ഇപ്പോൾ ഐഡിയ പറഞ്ഞു. അപ്പം അതൊക്കെയല്ല, അത് ഓക്കെ ഐഡിയ, ഗിരീഷിന് കോൺഫിഡൻസ് ഉള്ള ഒരു സിനിമ ചെയ്യുക എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. ഐഡിയ ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. നസറിൻ്റെയും മമതയുടെയും കാസ്റ്റിങ്ങിലും 100% കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് അങ്ങനെ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ പറ്റുന്ന കാസ്റ്റ് തന്നെയാണ് അവരുടേത് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു കാലത്ത് നല്ല രീതിയിൽ യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. യുവാക്കളുടെ ഇടയിൽ നല്ല തരംഗമായിരുന്നു ഒരു സിനിമ. ആ സിനിമ പോലൊക്കെ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു ചർച്ചയും സ്നേഹവും അതുപോലെ തിയേറ്ററിലേക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ കയറി ചെല്ലണം, സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പടമായിരിക്കും. ഉറപ്പായിട്ടും അത് ഇപ്പം അത്രയും ഡ്രാമയൊക്കെ ഉള്ള ലവ് സ്റ്റോറിയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് ഞാൻ പറയുക. ഇത് പുതിയ കാലഘട്ടത്തിൻ്റെ കഥയാണ്. ഒരു സിനിമയിലൊക്കെ മൊത്തത്തിലുണ്ടായൊരു മാറ്റം ഉറപ്പായിട്ടും ഈ സിനിമയിലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും അങ്ങനത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ട്രെൻഡ് സെൻ്ററായി മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഗിരീഷിൻ്റെ ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെയുള്ള ഒരു വാചകമായിരുന്നു, നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും എന്നുള്ളത്. അതിന് ഇങ്ങനൊരു കൗണ്ടർ ഉണ്ട് എന്ന് നമ്മളങ്ങനെ ആരും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പറയില്ല, കാരണം എനിക്ക് എന്നെ പറ്റിയിട്ട് നല്ല മതിപ്പാണെന്നുള്ളത്. ഈ ഡയലോഗ് എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? അത് എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നത്, അത് സ്പോട്ടിൽ വന്നതാണോ? അത് എഴുതിയതാണ്. അതെനിക്ക് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് വന്നതാണ്. അതന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് അത് എഴുതുമ്പോൾ അത് അങ്ങനെ വന്നു പോയി. ഈ പ്രേമം അന്ധന്മാർ മാത്രമല്ല മണ്ടന്മാരാക്കും എന്ന് പറയുന്ന ഡയലോഗും റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണോ? അല്ല അത് എഴുതിയപ്പോൾ വന്നതാണ്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് അതിലെ റൊമാൻസിന് എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് മാറുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആകുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആണെങ്കിലും ആ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് രണ്ട് അപ്ബ്രിങ്ങിങ്ങിൽ വളർന്ന ആൾക്കാർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വേറൊരു ഡൈനാമിക്സ് ആയിരിക്കും. അത് തന്നെയാണ് അതിൻ്റെ
ഇത് എല്ലാത്തിലും അങ്ങനത്തെ റൊമാൻസ് ഉണ്ടെങ്കിലും ആ റൊമാൻസിന് വേറെ ഡയമെൻഷൻസ് ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. ടെൻഷൻ എനിക്ക് തോന്നുന്നത് ചിലപ്പം പ്രൊഡ്യൂസറായിട്ട് ഒരു പടം ഇറങ്ങുമ്പോഴായിരിക്കും. അല്ല, എനിക്ക് പ്രൊഡ്യൂസർ ആക്ടറായിട്ട് ഒരു സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്ര കമ്പാരിറ്റീവ്ലി എപ്പോഴായാലും കുറച്ചും കൂടി ഇതായിരിക്കും. പക്ഷേ പ്രൊഡ്യൂസറായിട്ടും ഡയറക്ടറായിട്ടും ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഡയറക്ടർ എന്ന നിലയിൽ ഒരു നമ്മൾ വേറെ തരം ടെൻഷനായിരിക്കും നമുക്കുണ്ടാവുക. പക്ഷേ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ അത് വേറൊരു ടെൻഷനാണ് ഉണ്ടാവുക. കുറച്ചും കൂടെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ വേറെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടും രണ്ട് തരത്തിലാണ്. ടെൻഷന് എന്തായാലും കുറവൊന്നുമില്ല. അല്ല, അങ്ങനെ ഒരു പടം ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നല്ല, ഒരു പടം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുള്ളതാണ് ഇത്രയുള്ളത്. അല്ല, ആഗ്രഹമില്ലാതെ ഉണ്ടാവുമോ? എന്തായാലും ആഗ്രഹം ഉണ്ടാവില്ലേ. എന്താണെന്ന് ഇതിന് എന്നോടും വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാം ഉണ്ടാവും, ഉണ്ട്. അതിനൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ചില സസ്പെൻസുകൾക്കായിട്ട് പുള്ളി വെച്ചിരിക്കുന്നതാണ്. ദിനേശേട്ടാ, ഇപ്പോൾ തങ്കത്തിന് ശേഷം ശ്യാം പുഷ്കരൻ എവിടെയാണെന്ന് എല്ലാവരും അന്വേഷിക്കുന്നു. അപ്പോൾ നമ്മളറിയുന്നത് അദ്ദേഹം ഇങ്ങനെ ഫഹദിലേക്ക് വെച്ചൊരു മാസ് സിനിമ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. ഷാരൂഖ് ഖാന് വേണ്ടി സിനിമ എഴുതുന്നു എന്ന് പറയുന്നുണ്ട്. ശരിക്കും ശ്യാം പുഷ്കരൻ എവിടെയാണ്? ശ്യാം പുഷ്കരൻ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും അപ്പോൾ നായകൻ? അത് തീരുമാനമായിട്ടില്ല. എന്തായിരിക്കും ചോണം? അല്ല, അത് ഒന്നും പറയാറായിട്ടില്ല. നമുക്ക് വഴിയേ വരാം. എന്തായാലും താമസിക്കാതെ തന്നെ ഞങ്ങളുടെ ഒരു പടം ഉണ്ടാവും. ശ്യാം, ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ട്രെയിലറൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാന്യനായിട്ടുള്ള ഒരാൾ എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമയിൽ അങ്ങനെ കണ്ടിട്ടുള്ള ഈ നിറത്തിൽ ബോബനാലമോണിൻ്റെ ക്യാരക്ടറിനൊക്കെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഒരാൾ മാന്യനായിട്ട് കംപ്ലീറ്റ്ലി നിൽക്കുമ്പോൾ തന്നെ അതിലൊരു ക്യൂർക്കിനെസ് ഉണ്ടല്ലോ, ഒരു തമാശ ഉണ്ടല്ലോ. അത് പ്രേമലൂര് ഹൈലൈറ്റ് ആയിരിക്കും. ആ ഒരു ക്യാരക്ടർ എനിക്ക് അധികം അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. ആദ്യം എന്ന് പറയുന്നൊരു അതിൽ പറയുന്ന പോലെ തന്നെ ഒരു IT പ്രൊഫഷണലാണ്. അയാൾ വെൽ സെറ്റിൽഡ് ആണ്, ഒരു ജെന്റിൽമാൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലാൻസിൽ നമ്മൾ ആ ഒരു മിറർ ഷോട്ട് കാണുന്നുണ്ട്. പുള്ളി ഇങ്ങനെ ചാടിയിട്ട് പെട്ടെന്ന് നോർമലാവുന്നത്. അപ്പോൾ അതിലെവിടെയോ എന്തോ ഒരു സംഭവം അയാളുടെ റിയൽ ക്യാരക്ടർ ആയിരിക്കും മേ ബി അതിൽ ആ ഒരു ഷോട്ടിൽ റിവീൽ ആവുന്നത്. അപ്പോൾ കൂടുതൽ പറയാൻ എനിക്ക് നിർവാഹമില്ല. മറ്റന്നാളത് ഫിലിമിൽ എന്തായാലും ആദ്യം ഇങ്ങനെ ഒരു പേസിൽ പോകുന്നുണ്ട്. ആദ്യയുടേതായ കുറച്ച് പരിപാടികളും കുറച്ച് വേരിയേഷൻസും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അത് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സച്ചിൻ റീനുവിൻ്റെ പുറകെയാണ്. ഒരു പോയിന്റിൽ റീനു ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഐ വിൽ മാരി ആദി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ശരിക്കും ആ സിനിമ കാണുമ്പോഴേ പറയാൻ പറ്റുള്ളൂ, എന്താണ് ആദിയുടെ സ്പേസ് എന്നുള്ളത്. ഈ പ്രേമലു എന്നുള്ള പേര് അതെവിടെ നിന്നാണ്? അത് ഈ തെലുങ്ക് മലയാളം വരുന്നത് കൊണ്ടാണോ, അതോ ലേലു അല്ലു എന്നെടുത്തതാണോ? എങ്ങനെയാണ് പ്രേമലു വരുന്നത്? അത് തെലുങ്കിൽ അങ്ങനത്തെ ഒരു വാക്കുണ്ട്, പ്രേമലു എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ അതിന് റിയൽ ഇതിൽ സെൻസൊന്നുമില്ല. പ്രേമങ്ങൾ എന്നാണ് അതിൻ്റെ ഇത്. പക്ഷെ മലയാളികൾ പണ്ട് തുടങ്ങി ഈ ലൂ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കാവും എന്നുള്ളൊരു ഇതിലാണല്ലോ തെലുങ്കിനെ നമ്മളങ്ങനെയാണല്ലോ കാണുന്നത്. ഞാനങ്ങനെയല്ല കണ്ടേക്കണേ സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഹൈദരാബാദ് ടച്ച് കൊടുക്കാം എന്ന് കരുതിയിട്ട് വന്നൊരു പേരാണ് പ്രേമലു. ഗിരീഷേട്ടൻ ഇപ്പോൾ തെലുങ്കിൽ സിനിമ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ ഒരു എന്താ പറയുക, ഇപ്പോൾ സിനിമയുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ സിനിമ ഉണ്ടാകുന്നത്. പക്ഷേ അത് കൊമേഴ്ഷ്യലാണ്, നമുക്ക് ചിരി വരുന്ന സന്ദർഭങ്ങളും കൊമേഴ്ഷ്യലാണ് ആ സിനിമ. പക്ഷേ റിയലിസ്റ്റിക് ഗ്രൗണ്ടറാണ്. അപ്പോൾ ഈ തെലുങ്കിലൊക്കെ സിനിമ ആലോചിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഒരു സാമ്പ്രദായിക സിനിമ ഉണ്ടല്ലോ, 5 ഫൈറ്റും പൊടിപാറുന്ന ആക്ഷനും സ്ലോ മോഷനിൽ വരുന്ന നായികയും, അങ്ങനത്തെ സിനിമ ഗിരീഷേട്ടൻ ചെയ്യുമോ തെലുങ്കിൽ? ഇല്ല, അങ്ങനത്തെ ചെയ്യാൻ ഇപ്പം തെലുങ്കിൽ നമ്മുടെ പോലത്തെ മലയാളത്തിലൊക്കെ വരുന്ന പോലത്തെ സിനിമകൾക്ക് ഒരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തെലുങ്കിൽ അങ്ങനത്തെ പടങ്ങൾ ഉണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ.
ചില ഇൻഡിപെൻഡൻറ്റ് പടങ്ങൾ പോലെ വരുന്ന പടങ്ങളുള്ളൂ. അല്ലാതെ കുറച്ച് ഇത്തിരി കൊമേഴ്ഷ്യൽ വാല്യൂ എന്നാൽ കുറച്ചൊക്കെ നിലത്ത് നിൽക്കുന്ന തരത്തിലുള്ള പടങ്ങൾ ഇല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസ് തെലുങ്കിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനപ്പോൾ തെലുങ്കിൽ പടം ചെയ്യാൻ അല്ല, എനിക്ക് ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ. എനിക്ക് ആ ഭാഷ, ആ നാടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ നമ്മുടെ ഇവിടെ ചെയ്യുന്ന പടങ്ങൾ ആ ഒരു എൻ്റെ സ്റ്റൈലിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. കറുകുറ്റിക്ക് അങ്ങനെയുള്ള പലരെയും പ്രേമലൂർ അധികം കണ്ടിട്ടില്ല. ഇപ്പോൾ സച്ചിൻ ചെറുകലിനെ ഒന്നും നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കുറേ ആളുകളെ ഇതിൽ കാണാറില്ല. അവരൊക്കെ എന്താണ് അവോയ്ഡ് ചെയ്തത്? ഈ അവോയ്ഡ് ചെയ്തതല്ല, ഈ പറഞ്ഞ പോലെ എനിക്ക് ശബ്ദമൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അവരില്ലാതെയും അവരെ വെച്ചിട്ടും ഒക്കെ പടം എടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഈ പടത്തിന് വേറെ കുറച്ച് ആൾക്കാരായിരുന്നു വേണ്ടായിരുന്നത്. അതുകൊണ്ട് അവരില്ല എന്നുള്ളൂ, അല്ലാതെ വേറെ റീസണൊന്നുമില്ല പ്രത്യേകിച്ച്. അയാം കാതൽ എന്നൊരു സിനിമ കൂടി ഉണ്ടല്ലോ, അത് അപ്പോൾ ആ സിനിമയിലും ഈ ജോണർ തന്നെയായിരിക്കും ഉണ്ടാവുക, പ്രേമം തന്നെയായിരിക്കും? അല്ല, അത് വേറൊരു ടൈപ്പ് ഒരു പടമാണ്. അപ്പോൾ അത് കൂടുതൽ അതിനെ കുറിച്ച് പറയാൻ ഉള്ളൊരു ഇതില്ല. സൈബർ ക്രൈമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു പടമാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ല, ശരിക്കും ഗിരീശേട്ടനാണ് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ, അത് നിർബന്ധമായിരുന്നു ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വേണം എന്നുള്ളത്. അപ്പം ഗിരീശേട്ടൻ തന്നെയാണ് പറഞ്ഞ് ചെയ്യിപ്പിച്ചത്.